നമസ്കാരം. സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറെ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പേരാണ് മലപ്പുറം. പാലക്കാട് ഗർഭിണിയായ കാട്ടാന മരണപ്പെട്ടതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ഹെയ്റ്റ് ക്യാമ്പയിനുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കായിക താരങ്ങളും ദേശീയ രാഷ്ട്രീയ നേതാക്കന്മാരും മലപ്പുറത്തെ ടാർഗറ്റ് ചെയ്യുമ്പോൾ കാണാതെ പോകുന്ന, കണ്ടില്ലെന്ന് നടിക്കപ്പെടുന്ന മലപ്പുറത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇന്ന് ആർഗ്യുമെന്റേറ്റീവ് മല്ലു. മെയ് 27-ന് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് പ്രദേശത്താണ് ഗർഭിണിയായ കാട്ടാന സ്ഫോടക വസ്തുക്കൾ നിറഞ്ഞ പൈനാപ്പിൾ ഭക്ഷിച്ചതിനെ തുടർന്ന് ദാരുണമായി മരണത്തിന് കീഴടങ്ങുന്നത്. സംഭവം സോഷ്യൽ മീഡിയയിൽ കോളിളക്കം സൃഷ്ടിക്കുകയും പാലക്കാട് എന്നുള്ളത് മലപ്പുറമായി പരിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തു. 70% മുസ്ലിങ്ങൾ താമസിക്കുന്ന മലപ്പുറം ജില്ലയുടെ ക്രൂരമായ മുഖത്തിന് ഉദാഹരണമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ സംഭവം ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. മുതിർന്ന BJP നേതാവും ലോക്സഭാ MPയും മുൻ യൂണിയൻ മിനിസ്റ്ററുമായ മേനകാ ഗാന്ധി മലപ്പുറത്തെ ആളുകൾ വീടുകളിൽ ബോംബുകൾ സൂക്ഷിക്കുന്നവരാണെന്നും ഇന്ന് മൃഗങ്ങളോട് ചെയ്തത് നാളെ മനുഷ്യരോട് ആവർത്തിക്കുമെന്നും അടക്കമുള്ള പ്രസ്താവനകളുമായി രംഗത്ത് വരികയും അതിനെ ഏറ്റെടുക്കാൻ ആയിരങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ പിന്നീട് അധികാരികൾ തന്നെ സംഭവം നടക്കുന്നത് പാലക്കാട് ജില്ലയിലാണെന്നും അത് കർഷകർ കാട്ടുപന്നിക്ക് വെച്ച കെണിയിൽ അബദ്ധത്തിൽ ആന അകപ്പെടുകയുമായിരുന്നുള്ള വിശദീകരണങ്ങളുമായി എത്തി. 7-ൽ കൂടുതൽ പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് മേനകാ ഗാന്ധിക്കെതിരെ മതത്തിന്റെ പേരിൽ വിദ്വേഷം പടർത്തിയതിന് IPC സെക്ഷൻ 152 കീഴിൽ കേസെടുക്കുകയുണ്ടായി. ഇതാദ്യമായിട്ടല്ല മലപ്പുറം ജില്ല ഇസ്ലാമോഫോബിയയ്ക്ക് ഇരയാകുന്നത്. ജില്ലയുടെ ജനനത്തോളം തന്നെ അതിന് പഴക്കമുണ്ട്. വൈദേശികരുടെയും ജന്മിമാരുടെയും ആധിപത്യത്തിനെതിരെ നിരന്തരം പോരാടിക്കൊണ്ട് പിന്നാക്കം പോയ ഒരു സമൂഹത്തിന് ലഭിച്ച മേൽവിലാസമാണ് മലപ്പുറം ജില്ല. നിരക്ഷരതയുടെയും ദാരിദ്ര്യത്തിന്റെയും പടുകുഴിയിലേക്ക് 1969 ജൂൺ 16-ന് ജില്ല പിറന്നു വീഴുമ്പോൾ തന്നെ നിരവധി ആരോപണങ്ങൾ ഉയർന്നിരുന്നു. മറ്റൊരു പാകിസ്ഥാൻ പിറക്കുകയായി. ഏറെ കടൽ തീരമുള്ള ജില്ലയിലെ മുസ്ലിങ്ങളായ മത്സ്യബന്ധന തൊഴിലാളികൾ പാകിസ്ഥാനുമായി കച്ചവടം ചെയ്യുന്നുണ്ട് തുടങ്ങി അന്ന് മലപ്പുറത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ നിരവധിയാണ്. ഇത്തരമൊരു മിനി പാകിസ്ഥാൻ ഇമേജ് മലപ്പുറത്തിന്റെ ചുമലിൽ വെച്ച് കെട്ടുന്നതിൽ മലയാള സിനിമകൾക്കും കാര്യമായ പങ്കുണ്ടായിട്ടുണ്ട്. ഒരു പ്രത്യേക ഭാഷ മാത്രം സംസാരിക്കുന്ന, ഒരു പ്രത്യേക വസ്ത്രധാരണ രീതി പിന്തുടരുന്ന, മുത്തലാഖും ശൈശവ വിവാഹവും വളരെ സാധാരണമായ ഒരു സമൂഹമായിട്ടാണ് മലയാള സിനിമയിൽ മലപ്പുറം ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളത്. മലപ്പുറത്തെ തീവ്രവാദികളും വർഗീയവാദികളും ഭീകരവാദികളുമായി ചിത്രീകരിക്കുമ്പോൾ അവർക്ക് ജനാധിപത്യ ബോധമില്ല, അവർക്ക് രാജ്യത്തോട് സ്നേഹമില്ല എന്ന് പറയുന്നവർ ബോധപൂർവം വിസ്മരിക്കുന്നത് വാഗൺ ട്രാജഡിയുടെ പേടിപ്പെടുത്തുന്ന ഓർമ്മകൾ ഉറങ്ങുന്ന, നിരവധി പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള മലപ്പുറത്തിന്റെ ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെയാണ്. കോളനി വാഴ്ചക്കാലത്തെക്കുറിച്ച് മലപ്പുറത്തിന് പല കഥകളുണ്ട് പറയാൻ. 1922 ജനുവരി 20-ന് മലപ്പുറത്തിന്റെ കോട്ടക്കുന്നിന്റെ വടക്കേ ചെരുവിൽ പട്ടാളക്കോടതിയുടെ വിധിയനുസരിച്ച് ബ്രിട്ടീഷ് പട്ടാളം വെടിവെച്ചു കൊന്ന വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അവരിലൊരാളാണ്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ഏറനാടൻ, വള്ളുവനാടൻ താലൂക്കുകളിൽ സ്വന്തമായി പാസ്പോർട്ടും നികുതി സമ്പ്രദായവും വരെ നടപ്പിലാക്കിക്കൊണ്ട് സമാന്തര ഭരണം നടത്തിയ സമാനതകളില്ലാത്ത പോരാളിയായിരുന്നു വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. 1921-ന് തിരൂരങ്ങാടിയിൽ നിന്നും ഹിച്ച്കോക്കിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് പട്ടാളം തോറ്റോടിയപ്പോൾ മലബാറിൽ ഇംഗ്ലീഷ് ഭരണം നിഷ്കാസിതമായി എന്ന് വലിയ തലക്കെട്ടോടുകൂടി ലണ്ടൻ ടൈംസിൽ വാർത്ത വരികയുണ്ടായി. ഇത്തരത്തിൽ സംഭവബഹുലമായ മലപ്പുറത്തിന്റെ ചരിത്രത്തെ എന്തുകൊണ്ടാണ് ആളുകൾ മറന്നുപോയത്? ബ്രിട്ടീഷ് രേഖകൾ പ്രകാരം തന്നെ ജാലിയൻ വാലാബാഗും പൂക്കോട്ടൂർ യുദ്ധവും പുന്നപ്ര വയലാറും കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള അധികാരത്തോടെ എന്തുകൊണ്ടാണ് നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്താതെ പോയത്? മലപ്പുറത്തെക്കുറിച്ച് ഉയരുന്ന മറ്റൊരു ആരോപണമാണ് യാഥാസ്ഥിക ചിന്താഗതിക്കാരായ മലപ്പുറം നിവാസികൾ വികസനത്തിന് പ്രാധാന്യം നൽകുന്നില്ലെന്നും ജില്ല വികസന മുരടിപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. എന്നാൽ കരിപ്പൂർ വിമാനത്താവളം ഇന്ന് 100 കോടിയോളം വർഷം ലാഭം കിട്ടുന്ന രീതിയിലേക്ക് വളർന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ലിറ്ററസി പ്രൊജക്റ്റായ അക്ഷയ ആരംഭിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അറിയപ്പെടുന്ന ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ബേസ്ഡ് വയർലെസ് നെറ്റ്വർക്കായ അക്ഷയ കുഗ്രാമങ്ങളിൽ പോലും വിവര സാങ്കേതികതയുടെ ഉപഭോഗം ഉണ്ടാകുന്നതിന് കാരണമായി തീർന്നു. ഇരിക്കാൻ ബെഞ്ച് പോലും അന്യമായിരുന്ന ഒരു തലമുറ നാട് നീങ്ങുന്നതിന് മുൻപേ തന്നെ ക്ലാസ് മുറികളിലെ ഡിജിറ്റൽ സ്ക്രീനുകളിൽ ചരിത്രത്തെ പുനരാവിഷ്കരിക്കുന്ന അടുത്ത തലമുറയ്ക്ക് സാക്ഷിയായി എന്നുള്ളതാണ് മലപ്പുറത്തെ വ്യത്യസ്തമാക്കുന്നത്. വിദ്യാഭ്യാസപരമായി പിന്നോട്ട് നിൽക്കുന്നു എന്ന പഴി ഒരുപാട് കേട്ടിട്ടുള്ള ജില്ലയാണ് മലപ്പുറം. 2001 മാർച്ചിൽ സംസ്ഥാനത്തിന്റെ SLC റിസൾട്ട് 56%
മലപ്പുറത്തിൻ്റെത് കേവലം 33% മാത്രമായിരുന്നു. സംസ്ഥാനത്തിന്റെ റിസൾട്ടിനോട് താരതമ്യം ചെയ്യാവുന്ന രീതിയിലേക്ക് ജില്ലയുടെ റിസൾട്ട് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ജില്ലാ പഞ്ചായത്ത് എഡ്യൂക്കേഷൻ അപ്ലിഫ്റ്റ്മെന്റ് പ്രൊജക്റ്റായ വിജയബേരി ആരംഭിക്കുന്നത്. 2014 ആകുമ്പോഴേക്കും സംസ്ഥാന റിസൾട്ടിനെ കവച്ചു വെക്കുന്ന രീതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ജില്ലയ്ക്ക് സാധിച്ചു. കഴിഞ്ഞ വർഷവും മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉണ്ടായിട്ടുള്ളത് മലപ്പുറത്ത് നിന്നാണ്. 3 യൂണിവേഴ്സിറ്റികളും 2 മെഡിക്കൽ കോളേജുകളും 2 ലോ കോളേജുകളും നിരവധി എഞ്ചിനീയറിംഗ് ആർട്സ് കോളേജുകളുമായി ഇന്ന് മലപ്പുറം കേരളത്തിന്റെ ഒരു എഡ്യൂക്കേഷൻ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ സിവിൽ സർവീസ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ ജില്ലയ്ക്ക് അഭിമാനമായി 4 പേരുണ്ടായിരുന്നു. സ്ത്രീകൾ പിന്നോക്കം നിൽക്കുന്നു എന്ന പേരിൽ മലപ്പുറം നിരന്തരം വിമർശന വിധേയമായിട്ടുണ്ട്. 2011 സെൻസസ് പ്രകാരം ജില്ലയിലെ ശൈശവ വിവാഹത്തിന്റെ തോത് സംസ്ഥാനത്തിന്റെ ശൈശവ വിവാഹത്തിന്റെ തോതിനേക്കാൾ ഉയർന്നു തന്നെയാണ്. 2018 108ഓളം ശൈശവ വിവാഹങ്ങൾ തടുക്കാനായി എന്ന് സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ശൈശവ വിവാഹം ഒരു കാരണവശാലും ന്യായീകരണം അർഹിക്കുന്ന ഒന്നല്ല. എന്നിരുന്നാലും 2015-16 വർഷത്തെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവീസ് ഫോറിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശൈശവ വിവാഹം നടക്കുന്ന പ്രദേശങ്ങൾ ബംഗാളിലെ മുർഷിദാബാദും ഗുജറാത്തിലെ ഗാന്ധിനഗറുമാണ്. മുർഷിദാബാദിൽ അത് 39.9% ഗാന്ധിനഗറിൽ അത് 39.6%. എന്നാൽ നമ്മുടെ കേന്ദ്രമന്ത്രിമാരും ദേശീയ രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാം തന്നെ മുർഷിദാബാദിനെയും ഗാന്ധിനഗറിനെയും മറക്കുകയും മലപ്പുറത്തെ തെരഞ്ഞു പിടിച്ച് വിമർശിക്കുകയും ചെയ്യുമ്പോൾ വിമർശനങ്ങൾ സെലക്റ്റീവാണ് എന്നുള്ളത് പറയാതെ വയ്യ. നിരവധി സ്ത്രീ സംരംഭകരുള്ള നാടാണ് മലപ്പുറം. 16ാമത്തെ വയസ്സിൽ വീട്ടിലെ ദാരിദ്ര്യം കാരണം പഠിത്തം നിർത്തി പാടത്തേക്ക് ഇറങ്ങേണ്ടി വന്ന യാസ്മീൻ തെന്മല ഇന്ന് തെന്മല അഗ്രോ പ്രൊഡ്യൂസിംഗ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. അവരുടെ റൈസ് ബ്രാൻഡായ തെന്മല കെമിക്കൽ ഫ്രീ ആയതിന്റെ പേരിൽ ഇന്ന് വിപണിയിൽ ശ്രദ്ധയാകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 500ഓളം സ്ത്രീകളെ കാർഷിക പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കാനും അവരെ തന്റെ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആക്കാനും സാധിച്ചു എന്നുള്ളതാണ് യാസ്മിനെ വ്യത്യസ്തയാക്കുന്നത്. 1994 യുണിസെഫ് കേരള ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടി CBNP ആവിഷ്കരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. പിന്നീട് ഇത് നവീന വികസന മാതൃകകൾക്കുള്ള കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റിന്റെ 2000 സ്വർണ്ണ മെഡൽ നേടുകയുണ്ടായി. പിന്നാക്കം നിൽക്കുന്ന 1,66,600ഓളം കുടുംബങ്ങളെ ആദ്യ സർവേയിൽ കണ്ടെത്തുകയും അവരിലെ സ്ത്രീകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുമാണ് അയൽക്കൂട്ടങ്ങൾ തുടങ്ങിയത്. മലപ്പുറം ജില്ലയിലെ ജനകീയ ആസൂത്രണത്തിൽ സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിൽ CBNPക്ക് ഉണ്ടായിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. ആദിവാസി വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുന്ന പോത്തൻകോട് അപ്പൻകാപ്പ് കോളനിയിലെ ചിത്ര മലപ്പുറത്തിന്റെ മറ്റൊരു മുഖമാണ്. അജ്ഞതയാണ് ചൂഷണത്തിന് കാരണമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആദിവാസി വിഭാഗങ്ങളെ, ഊരുകളിലുള്ളവരെ അവരുടെ നിയമാവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരാക്കാനും അവർക്ക് നഷ്ടപരിഹാരം നേടിക്കൊടുക്കാനും വേണ്ടി ചിത്ര ഇന്ന് നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. 2007 അവർ പട്ടികവർഗ സേവാ സൊസൈറ്റി എന്ന സൊസൈറ്റി സ്ഥാപിക്കുകയുണ്ടായി. മറുനാട്ടുകാർക്ക് മലപ്പുറം ഒരു മാപ്പിള നാട് മാത്രമാണ്. എന്നാൽ ഇവിടുത്തുകാർക്ക് ജാതിയുടെയും മതത്തിന്റെയും അതിരുകൾക്ക് അപ്പുറത്തേക്ക് ഒരു സൗഹൃദം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. മലപ്പുറത്തെ എണ്ണമറ്റ പൂരങ്ങളും ഉത്സവങ്ങളും വേലകളും നേർച്ചകളും ആണ്ടുകളുമെല്ലാം ഇതിന് കാരണമായിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. തലപ്പാറ ഗ്രാമത്തിൽ മലയാള മാസം ഇടവത്തിൽ നടക്കുന്ന കളിയാട്ടുകാവ് ഉത്സവം ഇതിനൊരു ഉദാഹരണമാണ്. മമ്പുറം ദർഗയിൽ നിന്നും അനുഗ്രഹം വാങ്ങിക്കുന്ന പാരമ്പര്യം, അനുഗ്രഹം വാങ്ങിക്കുന്ന പതിവ് ഇന്നും ഇവിടെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു. നിരന്തരം തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മലപ്പുറത്ത് പറയാൻ ഇനിയും ഒത്തിരി വിശേഷങ്ങളുണ്ട്. എഴുത്തച്ഛന്റെ തുഞ്ചൻ പറമ്പിൽ, കഥകളിയുടെ വള്ളുവനാടിന്, തേക്കിന്റെ നിലമ്പൂരിന്, കടലിന്റെ പൊന്നാനിക്ക് പല മണമുള്ള കഥകൾ പറയാനുണ്ട്. കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണെങ്കിൽ. നന്ദി.